സ്നേഹമുള്ളവരെ, എൻ പ്രഭാകരൻ്റെ മായാമനുഷ്യർ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമായ ഗമൻ ഒരു അച്ചടിശാലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് കഥകളും കവിതകളും ലേഖനങ്ങളുമൊക്കെയായി കോളേജ് വിദ്യാർത്ഥികൾ, കോളേജ് പ്രൊഫസർമാർ ഉൾപ്പെടെ ധാരാളം പേർ കടന്നു വരുന്നുണ്ട്. അവരെ പറ്റിയിട്ടെല്ലാം അദ്ദേഹത്തിൻ്റെ പൊതുവായിട്ടുള്ള അഭിപ്രായം എല്ലാവരും അവനവനിൽ നിറഞ്ഞിരിക്കുന്നു എന്നാണ്. ഇടയിലേക്കിടയ്ക്ക് ഈ വാക്ക് നോവലിൽ ആവർത്തിച്ച് കയറി വരുന്നുണ്ട്. അവനവനിൽ നിറഞ്ഞിരിക്കുന്ന ആളുകൾ. വിശുദ്ധ ഗ്രന്ഥത്തിലും ഇതേപോലെ അവനവനിൽ നിറഞ്ഞിരിക്കുന്നവരും അപരനിൽ നിറഞ്ഞിരിക്കുന്നവരും രണ്ട് തരത്തിലുള്ള ആളുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും വലിയ വിശ്വാസ്യതയും അത് തന്നെയാണ്. ശിഷ്യന്മാരുടെയും അതിൽ വിവരിക്കുന്നവരുടെയും ഒക്കെ ചെറുതും വലുതുമായിട്ടുള്ള കുറവുകൾ കൂടെ അതിൽ എഴുതി വച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശ്വാസയോഗ്യമാണ്. അവനവനിൽ നിറഞ്ഞ യൂദാസാണ് 30 വെള്ളിക്കാശിന് വേണ്ടി യേശുവിനെ ഒറ്റിക്കൊടുക്കുകയും എന്നാൽ അവന് പാപബോധത്തിന് പകരം കുറ്റബോധത്തിലാഴ്ന്ന് തൂങ്ങിച്ചാവുകയും ചെയ്തത്. അവനവനിൽ നിറഞ്ഞു പോയി. അവനവനിൽ നിറഞ്ഞ പത്രോസ് യേശുവിനെ ഒരു രാത്രിയിൽ അവനവൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി തള്ളിപ്പറയുന്നത് കാണുന്നുണ്ട്. അവനവൻ്റെ വാശിയുടെ പൂരണത്തിന് വേണ്ടിയിട്ട് ഇനിയും ഞാൻ വിശ്വസിക്കണമെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരികയും അവൻ്റെ കൈകളിലെ ആണിപ്പഴുതുകൾ കാണുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ വിരൽ വെക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ തോമാസ് ലഹായി നമ്മൾ കാണുന്നുണ്ട്. അപരന് വേണ്ടിയിട്ട് ജീവിച്ച യേശുവിനെ കാണുന്നുണ്ട്. യൗസേപ്പിതാവിനെ, കന്യകാമറിയത്തിന് വേണ്ടിയിട്ട് ജീവിച്ച യൗസേപ്പിതാവിനെ കാണുന്നുണ്ട്. ദൈവത്തിന് വേണ്ടിയിട്ടെല്ലാം പരിത്യജിച്ച, തൻ്റെ സ്വപ്നങ്ങൾ ഉൾപ്പെടെ പരിത്യജിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മൾ കാണുന്നുണ്ട്. അവരവന് വേണ്ടി ജീവിക്കുന്നവരും അപരന് വേണ്ടി ജീവിക്കുന്നവരും, ഇങ്ങനെ രണ്ട് കൂട്ടം ആളുകളാണ് ഈ ലോകത്തിൽ, പ്രത്യേകിച്ചും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. ഇന്ന് 2 പ്രത്യേകതകൾ ചേരുന്ന ദിവസമാണ് പുതുഞായറാഴ്ച. പുതുഞായറാഴ്ച തോമാസ് ലൈഹായുടെ വിശ്വാസ സാക്ഷ്യത്തിൻ്റെ ദിവസമാണ്. തോമാസ് ലൈഹായ്ക്ക് ചില അബദ്ധങ്ങൾ പിണയുന്നുണ്ട്. തോമാസ് ലൈഹ വിശ്വാസത്തിൽ കുറവ് വന്ന ആളായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ളത് തോമാസ് ലൈഹായെ പരോക്ഷമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈശോ പറഞ്ഞതുമാണ്. കണ്ട് വിശ്വസിക്കുന്നവനാണ് നീ, കാണാതെ വിശ്വസിക്കുന്നവർ. നമ്മളൊക്കെയാണ് തോമാസ് ലൈഹായുടെ മക്കളാണ് നമ്മളൊക്കെയാണ് കാണാതെ വിശ്വസിക്കുന്നവർ. പക്ഷേ തോമാസ് ലൈഹായ്ക്ക് സംഭവിച്ചത് എന്താ? ഒന്നാമത് സംഭവിച്ചത് അവൻ്റെ ഒരു തരത്തിലുള്ള അസൂയ തന്നെയായിരുന്നു. ഇതാ മറ്റുള്ളവർക്കൊക്കെ യേശു പ്രത്യക്ഷപ്പെട്ടിട്ട് എനിക്ക് പ്രത്യക്ഷപ്പെട്ടില്ല, അവർക്ക് കിട്ടിയത് എനിക്ക് കിട്ടാതെ പോയി. അതുകൊണ്ടുള്ള ഒരു അസൂയ അവനുണ്ടായിരുന്നു. രണ്ടാമതാകട്ടെ, താൻ സ്നേഹിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു അപകർഷത. മറ്റുള്ളവരെയൊക്കെ യേശു സ്നേഹിച്ചിട്ട് ഞാൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇതാ യേശു, അതവന് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല. ഇനി മൂന്നാമതാകട്ടെ, അവന് സംഭവിച്ച കാര്യം, അവനെ പറ്റിയിട്ടാണ് ചിന്തിച്ചത്. അതായത് സമൂഹത്തിന് കിട്ടിയൊരു വെളിപാട് ഉൾക്കൊള്ളാൻ അവന് മനസ്സുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. എന്നെ വ്യക്തിപരമായിട്ട് അറിയണം, എന്നെ വ്യക്തിപരമായിട്ട് സ്നേഹിക്കണം. അങ്ങനെ അവന് വേണ്ടിയിട്ട് ജീവിക്കുമ്പോൾ അവൻ ലോകത്തിലെ അന്നത്തെ കാലത്തെ ശിഷ്യ സമൂഹത്തിലെ ഏറ്റവും സന്തോഷമില്ലാത്തവനായിട്ട് മാറുകയാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ട്. ലോകം മുഴുവൻ സന്തോഷിക്കുമ്പോൾ സന്തോഷിക്കാൻ പറ്റാത്തവർ. ശിഷ്യന്മാരെല്ലാം ആനന്ദത്തിലായിരുന്നു. പരിശുദ്ധാത്മാവിനെ ലഭിച്ചു എന്നുള്ളതും യേശുവിനെ അവർക്ക് കാണാൻ പറ്റിയെന്നുള്ളതും അവരുടെ സന്തോഷത്തിൻ്റെ കാരണമായിരുന്നു. മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് വിശ്വസിക്കാൻ അവന് മനസ്സുമില്ലായിരുന്നു. ഫലമോ ആ കൂട്ടത്തിലെ ഏറ്റവും സന്തോഷമില്ലാത്തവനായിട്ട് മാറി. ആ 8 ദിവസം എങ്ങനെ തോമാസ് ലൈഹ കഴിഞ്ഞുകൂടി എന്നുള്ളത് ഒരു കണക്കിന് വിസ്മരണീയമാണ്, അത്ഭുതമാണത്. ഒറ്റപ്പെട്ടവനായിട്ടായിരിക്കണം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ആയിരിക്കണം. ആരും മൈൻഡ് ചെയ്യാനില്ലാതെ പറഞ്ഞ വാക്കിൽ തന്നെ നിലകൊണ്ടുകൊണ്ട് അവനിങ്ങനെ അവരുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോയി. ആൾക്കൂട്ടത്തിൽ തനിയായിപ്പോയി തോമാസ് ലൈഹ. അതുകൊണ്ട് തന്നെയും
യേശുവിനറിയാം അവനെ കൂട്ടത്തിൽ കൂട്ടണമെങ്കിൽ കുറേയൊക്കെ അവൻ്റെ വാശിയുടെ ഒപ്പം നിൽക്കണം. ഈ വാശിയും അസൂയയും ഒന്നും കാരണമില്ലാത്തതല്ല, ഇതൊക്കെ കാരണമുള്ളത് തന്നെയാണ്. താൻ യേശുവിനെ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ട്, കൂടെ മരിക്കാൻ തയ്യാറായിട്ടുണ്ട്. വഴിയും സത്യവും ജീവനും അവനാണ് എന്ന് യേശുവിന് വെളിപ്പെടുത്തേണ്ടി വന്ന തോമാസ് ശ്ലീഹായുടെ ഒരു സംശയത്തിൻ്റെ പൂർത്തീകരണമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ന്യായമായിട്ടും ഉള്ളതാണ് അവൻ്റെ വാശിയും അവൻ്റെ അസൂയയും അവൻ്റെ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്തയും ഇച്ഛാഭംഗവുമൊക്കെ. സ്നേഹിച്ച് കൂടെ നിർത്തുക എന്നുള്ളതാണ് തോമസ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. അതാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളവർ. എല്ലാവരും സന്തോഷിക്കുമ്പോൾ സന്തോഷമില്ലാത്തവർ. സന്തോഷമില്ലാത്തതിൻ്റെ കാരണം എന്താ? സ്നേഹിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ്. സ്നേഹിക്കണം, സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യണം. ഉള്ളിലെ സ്നേഹം ഉണ്ടായാൽ പോരാ, ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാത്തതാണ് എങ്കിൽ ആ സ്നേഹം കൊണ്ട് ഒരു പ്രയോജനമില്ല. പുസ്തകം ഒരലമാരിയിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. പക്ഷേ ഒരു പുസ്തകം എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിഞ്ഞാൽ എടുക്കാൻ എളുപ്പമാണ്. മാറ്റി വയ്ക്കുന്നത് പോലെയാണ്, പുസ്തകം ഒളിപ്പിച്ച് വെക്കുന്നത് പോലെയാണ് സ്നേഹം ഒളിപ്പിച്ച് വെക്കുന്നത്. കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണത്. കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ പ്രകടിപ്പിക്കുക എന്നുള്ളതിൻ്റെ മറ്റൊരർത്ഥവുമാണ്. പ്രകടിപ്പിക്കാത്ത സ്നേഹം കണ്ടെത്താൻ എളുപ്പമല്ലല്ലോ. അങ്ങനെ ദൈവം തൻ്റെ കരുണയും സ്നേഹവും മനുഷ്യനെ വെളിപ്പെടുത്തി. മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മാത്രമായിരുന്നില്ല ആ സ്നേഹം ഉണ്ടായിരുന്നത്, പിന്നെയോ അത് വെളിപ്പെടുത്തപ്പെട്ടു. അത് വെളിപ്പെടുത്തപ്പെട്ടതാണ്, അതിൻ്റെ അടയാളങ്ങളാണ് യേശുവിൻ്റെ തിരുവിലാവിലെ മുറിവും യേശുവിൻ്റെ കരങ്ങളിലെ ആണിപ്പാടുകളും. ദൈവം തൻ്റെ കരുണ വെളിപ്പെടുത്തിയതാണ്. ഇന്ന് ദൈവകരുണയുടെ തിരുനാൾ കൂടെയാണ്. ദൈവകരുണയുടെ മധ്യസ്ഥയായിട്ടുള്ള വിശുദ്ധ ഫൗസ്റ്റീന, അദ്ദേഹത്തിനുണ്ടായ ഒരു ദർശനം ഇങ്ങനെ ഒരുക്കുന്നുണ്ട്. യേശുവിൻ്റെ തിരുവിലാവ് ഫൗസ്റ്റീന കാണുന്നു. അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകുന്നത് തന്നെ അവൾ കാണുന്നുണ്ട്. രക്തവും വെള്ളവും അത് മാമോദീസായുടെയും വിശുദ്ധ കുർബാനയുടെയും പ്രതീകമാണ് എന്ന് യേശു അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ഇതാണ് തൻ്റെ ഏറ്റവും വലിയ കരുണയെന്ന് അവളോട് പറയുകയും ചെയ്യുന്നതാണ് അവളുടെ ദർശനം. അതാണ് ഈ മുറിപ്പാടുകളാണ് ഇന്നത്തെ രണ്ട് പ്രത്യേകതകളെ ഒരുമിച്ച് കൂട്ടുന്നത്, പുതുഞായറിനെയും കരുണയെയും. കരുണയുടെ മുറിപ്പാടുകളാണ് യേശുവിൻ്റെ തിരുവിലാവിലുള്ളത്, യേശുവിൻ്റെ കൈകളിലുള്ളത്. യേശു ഇങ്ങനെ തൻ്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ മനുഷ്യകുലത്തിന് തന്നോടുള്ള സ്നേഹം, തനിക്ക് മനുഷ്യകുലത്തോടുള്ള സ്നേഹം, ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്ത ത്യാഗം, ഇതാണ് യേശുവിന് ഓർമ്മ വരേണ്ടത്. നമുക്കും ഓർമ്മ വരേണ്ടത് ഇതാണ്. മുറിപ്പാടുകളിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടവരാണ് സത്യത്തിൽ ക്രൈസ്തവർ. ആ മുറിപ്പാടിൽ നിന്നാണ്, അവിടെ നിന്നൊഴുകിയ രക്തത്തിൽ നിന്നാണ് വിശുദ്ധ കുർബാന ഉണ്ടാകുന്നത്. അവിടെ നിന്ന് ഒഴുകിയ വെള്ളത്തിൽ നിന്നാണ് ജ്ഞാനസ്നാനം ഉണ്ടാകുന്നത്. നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്, നമ്മൾ ചേർക്കപ്പെടുന്നത് ഈ വിശുദ്ധ കുർബാനയും മാമോദീസായിലൂടെയുമാണല്ലോ. വിശുദ്ധ കുർബാനയിലും മാമോദീസായിലൂടെയും ഒരു സമൂഹമായി ദൈവകരുണയാൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മൾ തോമാസ് ശ്ലീഹായുടെ ആദ്യത്തെ പ്രതികരണത്തെ പോലെ അവനവനായി ജീവിക്കാതെ നമ്മൾ അപരനായിട്ട്, യേശുവിനെ പോലെ അപരനായിട്ട് ജീവിക്കുക എന്നുള്ള തോമസ് പക്ഷേ പ്രകടിപ്പിക്കപ്പെട്ട സ്നേഹത്തിൻ്റെ ഒരു ഇരയായിരുന്നു തോമാസ് ശ്ലീഹ. എങ്ങനെയാണ്? എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ. പിന്നീട് ഒരിക്കലും തോമസിന് യേശുവിൻ്റെ ആ തൊട്ടറിഞ്ഞ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകാൻ കഴിയുമായിരുന്നില്ല. അവൻ തൻ്റെ അവഗണനയുടെ, താൻ അനുഭവിക്കേണ്ടി വന്ന അവഗണനയുടെ ആഴം യേശുവിൻ്റെ ഹൃദയത്തിൽ തൊട്ട് കഴിയുമ്പോൾ, ആ ഹൃദയത്തോട് ചേർന്ന് തൻ്റെ വിരലെത്തി കഴിയുമ്പോൾ പിന്നീട് ഒരിക്കലും മാറിപ്പോകാൻ വയ്യാത്തതുപോലെ ആ സ്നേഹം ഒരു ആകർഷണ വലയമായി തോമസിനെ പൊതിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് മൈലാപ്പൂർ വെച്ച് ഒരു കുന്തത്താലുള്ള കുത്തിനാൽ അവന് രക്തസാക്ഷിയായി തീർന്നതും അങ്ങനെ തന്നെയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം നമ്മളോട് പറയും ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം. അതാണ് യേശുവിൻ്റെ മുറിപ്പാടുകളിലൂടെ ലോകത്തിൽ പ്രകടമായത്. ഈ മുറിപ്പാടുകൾ നമ്മളെ ദൈവത്തെ സ്നേഹിക്കാൻ മാത്രമല്ല, പരസ്പരം സ്നേഹിക്കാനും ഈ മുറിപ്പാടുകൾ നമ്മളെ പ്രേരിപ്പിക്കണം. അങ്ങനെ മറച്ചുവെച്ച സ്നേഹമല്ല, സ്നേഹം പ്രകടിപ്പിച്ച് ആ സ്നേഹത്തിൻ്റെ ഇരകളായിട്ട് തീരാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം. സ്നേഹം ചേർത്ത് നിർത്തപ്പെട്ട സമൂഹം, സ്നേഹം ചേർത്ത് നിർത്തപ്പെട്ട കുടുംബം, ഇത് കരുണയാലാണ് സ്നേഹം ഉറകൂട്ടപ്പെടുന്നത്. യേശു പറയുന്നുണ്ടല്ലോ, കരുണ കാണിക്കുക, നിങ്ങൾക്ക് കരുണ ലഭിക്കും. ദൈവം നമ്മളോട് കരുണ കാണിച്ചു, നമ്മളും പരസ്പരം കരുണ കാണിക്കുക.
കരുണയിൽ ഊന്നി നിന്നിട്ടുള്ള പ്രതിഫലേച്ഛ കൂടാതെയുള്ള സ്നേഹത്തിലേക്ക് വളരുക. അങ്ങനെ ക്രിസ്തുവിൻ്റെ മുറിപ്പാടുകളിൽ അഭയം തേടാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തോമാസ് ലീഹ യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് യേശുവിൻ്റെ സ്നേഹവും കരുണയും ഒപ്പിയെടുത്തതുപോലെ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ തിരുഹൃദയത്തിൽ നമുക്കും അഭയമുണ്ട്. എല്ലാവർക്കും ഈ 2 തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹവും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും 1 വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.